ഒരിക്കൽ ഡെസേർട്ട് സ്കാൻ്റെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്ന് പ്രമോദ് രാമചന്ദ്രൻ, കൃഷ്ണദാസ് എന്നീ രണ്ട് ചെറുപ്പക്കാർ അവരുടെ GCC യാത്രയുടെ പ്ലാൻ ഞങ്ങളുമായി പങ്കുവച്ചിരുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ട്രാവൽ ആൻഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു ഉദ്ദേശം മാത്രമേ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ബഹ്റിൻ്റെ നാഷണലിലേക്ക് പോകുന്നതിന് കൊണ്ടും നമുക്ക് ബഹ്റിനിൽ ഇത്രയും കാലം നമ്മൾ ബഹ്റിനിൽ വർക്ക് ചെയ്ത് ബഹ്റിനോടുള്ളൊരു ഒരു ആത്മബന്ധം കൊണ്ടും നമ്മൾ ബഹ്റിൻ്റെ ഒരു ഗുഡ് വിൽ മെസ്സേജ് കൂടി സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അബുദാബി, ദുബായ്, ഷാർജ വഴി നമ്മൾ റാസൽ ഖൈമ വഴി അവിടെ നിന്നാണ് അലൈൻ വഴി മസ്കറ്റ് നിന്ന് ഒമാനിൽ മിർബത്ത്, സലാല. നമ്മൾ ബഹ്റൈനിൽ അന്ന് ഉദ്ദേശിച്ച പോലെ തന്നെ 15th രാവിലെയാണ് പുറപ്പെട്ടത്. അതായത് 16th രാവിലെ എന്ന് പറയാം, 15th മിഡ് നൈറ്റ്. ആദ്യം റിയാദിലേക്കാണ് പോയത്. റിയാദിൽ ഹീത്ത് കേവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വലിയൊരു ഗുഹ പോലെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര ഡെപ്തിലായിരുന്നു. എൻ്റെ അടിവരെ ഞങ്ങൾ നടന്നൊക്കെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. സൗദിയിൽ പിന്നെ അറിയാലോ, അധികം ക്യാമറ എടുത്തിട്ടുള്ള പരിപാടി നമുക്ക് ചെയ്യാൻ പാടില്ല, ലീഗലി അവിടെ വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അവിടെ നമ്മൾ നല്ല ഹീത്ത് കേവിനെ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടുന്ന് അങ്ങ് നേരെ ദുബായിലോട്ട്, ഷാർജയിലോട്ട് വിട്ടു. അത് ഓൺ ദ വേയിൽ നമ്മൾ മരുഭൂമിയുടെ സൈഡിൽ കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ഒട്ടകവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. അത് വലിയൊരു അനുഭവമായിരുന്നു ശരിക്കും. അപ്പോൾ ഷോട്ട് എടുക്കാൻ വണ്ടി നിർത്തി കുറച്ച് വേറൊരു വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നിന്ന് ഈ ഫോട്ടോസ് എടുക്കാണ്ടപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വന്നു. അടുത്ത് എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ട്രിപ്പ് പോവാണ്, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അവർ ഒട്ടകമായിരുന്നു. അത് അവർക്കൊരു ഫാം ഉണ്ട് ഉള്ളിൽ. അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ, 1 കിലോമീറ്റർ ഉള്ളിൽ പോയാൽ നിങ്ങൾക്കൊരു ഫാം ഹൗസ്. അപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. വളരെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അവർ തന്നെ വണ്ടി ഓടിച്ചത്. ഞങ്ങൾക്ക് ഡിസേർട്ട് സഫാരി റൈഡ് അറിയില്ല. അവർ ആക്ച്വലി അറബ്സ് ആയിരുന്നു, സൗദീസ് തന്നെ ആയിരുന്നു. അപ്പോൾ അവർ ആക്ച്വലി നമ്മുടെ വണ്ടി 4 വീലർ ഡ്രൈവാണ്, എങ്കിലും ഡിസേർട്ട് സഫാരി നമ്മൾ വണ്ടിയിൽ ട്രൈ ചെയ്തില്ല. പക്ഷെ അന്ന് അവർ നല്ല രീതിയിൽ അവർക്ക് അറിയാം, അവരത് നല്ലോണം ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ വണ്ടി അവരെ യൂസ് ചെയ്തത്. അവിടെ പിന്നെ നമ്മൾ നേരെ സലാലയിലേക്ക് വിടുകയാണ് ചെയ്തത്. സലാല പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു ഏറ്റവും വേറിട്ടൊരു അനുഭവം. ശരിക്കും കേരളം തന്നെ പറയാം. സലാലിൽ എത്തിയപ്പോൾ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി, ഒമാനീസ് ആയിരുന്നു. അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേനും വളരെ ഇൻട്രസ്റ്റ് ആയി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയും അവർ ഞങ്ങളെ യമൻ ബോർഡർ വരെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഖത്തറിലേക്ക് വന്നു. സ്ട്രേറ്റ് ഖത്തറിൽ വന്നു. ഖത്തറിൽ അതിരാവിലെയാണ് ഖത്തറിൽ എത്തുന്നത്. ഖത്തറിൽ കഴിഞ്ഞൊരു ദിവസമായിട്ട് എന്നാൽ കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. അവിടുത്തെ നാഷണൽ ഡേ കഴിഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഖത്തർ സ്ട്രീറ്റ്സ് എല്ലാം സ്റ്റിൽ ഡെക്കറേറ്റഡ് ആണ്, ഒന്നും ഊരിയിട്ടൊന്നുമില്ല. ഫ്ലാഗ്സും ലൈറ്റ്സ് എല്ലാം അങ്ങനെ തന്നെ ആ ഒരു സെലിബ്രേഷൻ മൂഡിലാണ് ഇത് ഖത്തർ. നമ്മൾ ആക്ച്വലി ഷാർജയിൽ നിന്നാണ് മസ്കറ്റിലോട്ട് പുറപ്പെട്ടത്. അപ്പോൾ ഷാർജയിൽ നിന്ന് മസ്കറ്റിലേക്ക് പോണ വഴി വല്ലാത്തൊരു വഴിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറുക്കന്മാരും ഒട്ടകവും ഒക്കെ പാസിന് വഴിയായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. 1 വേ ആയിരുന്നു, 2 വേ ആയിരുന്നു. അപ്പോൾ ഏത് സമയത്ത് ഒട്ടകം വന്നാലും നമുക്ക് അറിയില്ല. സ്ട്രീറ്റ് ലൈറ്റ് പറഞ്ഞ സംഭവമല്ലേ അവിടെ. അങ്ങനത്തെ ഒരു വഴി കൂടെ പോകുമ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ട്. കാരണം നമ്മൾ എവിടെയും നോൺ സ്റ്റോപ്പ് ഡ്രൈവാണ്, എവിടെയും നിർത്താണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടു. ഞങ്ങൾ പോണ വഴിക്ക് കൊച്ചൊരു ഹോട്ടൽ കണ്ടു. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ പുറത്തിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ബോണ്ടൊക്കെ ഒന്ന് തന്നെ എഞ്ചിനൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി വന്നിരുന്നിട്ട് നമുക്കുള്ളിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ 2-3 ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, നിങ്ങളല്ല ഇങ്ങനെ ബഹ്റൈനിൽ നിന്ന് ടൂർ പുറപ്പെട്ട ആൾക്കാർ? അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം അവിടെയുള്ള പത്രമൊന്നും ഇവിടെ കിട്ടാനുള്ള വഴിയില്ലല്ലോ. അപ്പോൾ പത്രം കണ്ടിട്ടെല്ലാം നമുക്കും അറിയാം. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആയി. അപ്പോൾ TV-യിൽ വന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു എങ്ങനെയാണ്. അപ്പോൾ കൈരളി ഡിസേർട്ട് സ്കാനിൽ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുന്ന 2 വളരെ അഗ്രസീവായ യങ്സ്റ്റേഴ്സിനെ അവരെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നു. കാര്യം മറ്റുള്ളവർക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ചിന്തിച്ചിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്.